ഇന്നത്തെ സബ്ജക്റ്റ് ടെലി സെയിൽസിൽ എപ്പോഴാണ് കസ്റ്റമറെ വിളിക്കാൻ പറ്റിയ സമയം എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരു ദിവസം 12 മണിക്കൂറുകൾ ഇതിന് പറ്റിയതാണ്. എന്ന് വെച്ചാൽ രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ കസ്റ്റമറെ വിളിക്കാൻ പറ്റിയ സമയമാണ്. ഇതെങ്ങനെയാണ് ഇത്രയും സമയം കസ്റ്റമറെ വിളിക്കാൻ പറ്റിയതാകുന്നത് എന്ന് പറയാം. ആദ്യമായിട്ട് ഇത് പറയുമ്പോൾ ലോകവ്യാപകമായിട്ട് ടെലികോളേഴ്സിനുള്ളൊരു ഫിയറാണ് രാവിലെ 10 മണിക്ക് വിളിക്കാനൊരു ഭയം ഉണ്ടാവും. സ്വയം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ ഭയമൊക്കെ. ഇപ്പോൾ കസ്റ്റമർ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ, അയാളൊന്ന് സീറ്റിൽ ഇരിക്കട്ടെ, അതിന് ഞാൻ വിളിക്കുമ്പോൾ അയാൾക്കൊരു ഡിസ്റ്റർബൻസ് ആവും, ഒരു പേടി, ഒരു ഭയം. ചിലർക്ക് 11:30 മണിക്ക് വിളിക്കാനായിരിക്കും ഭയം. ഇത് പൊതുവെ ഒരു ടീ ബ്രേക്ക് അല്ലേ, ആ സമയത്ത് ആൾ ടീയും സ്നാക്സും കഴിച്ചിരിക്കുമ്പോൾ ഞാൻ വിളിച്ചാൽ ശരിയാവും, അങ്ങനെ ഭയപ്പെടുന്ന ടെലികോളേഴ്സ് ഉണ്ട്. പിന്നെ 1 മണിയാകുന്നതിന് മുമ്പ് 12:45 തന്നെ ഭയം തുടങ്ങും. കസ്റ്റമർ ലഞ്ച് കഴിക്കാൻ നിൽക്കുകയായിരിക്കും, ആ സമയത്ത് ഞാൻ വിളിച്ചാൽ ശരിയാവുമോ. അതുപോലെ ഈവനിങ്ങിൽ 4:30 ഭയം. പിന്നെ 5 മണിയാകുമ്പോൾ ഇപ്പോൾ കസ്റ്റമർ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും, ഈ സമയത്ത് ഞാൻ വിളിച്ചാൽ എങ്ങനെ ശരിയാവും. ഇത്തരം കുറേ ഭയങ്ങളുണ്ട്. വാസ്തവത്തിൽ കസ്റ്റമർ എന്ത് ചെയ്യുകയാണെന്ന് നമുക്കറിയത്തില്ല. സോ 10 മണിക്ക് തന്നെ കാള് തുടങ്ങാം. പിന്നെ കസ്റ്റമറുടെ ലഞ്ച് ബ്രേക്കൊന്നും സങ്കല്പിച്ച് നമ്മൾ അതിന് ഗ്യാപ്പൊന്നും ഇടണ്ട. നമുക്ക് രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കാവുന്ന സമയമാണ്. അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ചില കസ്റ്റമേഴ്സ് നമുക്ക് ചില ഫീഡ്ബാക്ക്സ് തരും, എന്നെ രാവിലെ വിളിക്കാവോ എന്ന് ചോദിക്കും. അയാൾക്ക് നേരത്തെ വിളിക്കുന്നതായിരിക്കും കംഫർട്ട്. അപ്പോൾ അപ്കമിങ് ഡേയ്സിൽ അത്തരം ആളുകളെ നമ്മൾ പിക്ക് ചെയ്ത് വയ്ക്കണം. അവരെ 10 മുമ്പ് വിളിക്കാം. ചിലപ്പോൾ 8:30 വരെ വിളിക്കാൻ സാധിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും, ആ ഒരു 9 to 10 അവരെ വിളിക്കാം. അതുപോലെ ചിലർ പറയും എന്നെ പിന്നീട് വിളിക്കൂ, വൈകിട്ട് വിളിക്കൂ എന്ന് പറയും. വൈകിട്ട് വിളിക്കൂ എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെ അവർ 5 to 7 വിളിക്കാം. ചില കസ്റ്റമേഴ്സ് പറയും എന്നെ രാത്രി വിളിക്കാവോ എന്ന് ചോദിക്കും. അവരെ ഒരു 7 to 9 സമയത്ത് അവരെയും വിളിക്കാം. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടൊരു ദിവസം ഒരുപാട് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ കാൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭയമാണ് നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം. കോൾ ചെയ്യാനായിട്ടുള്ളൊരു ഭയമാണ്. ഇത്രയും സമയം നമുക്ക് കസ്റ്റമറെ തീർച്ചയായിട്ടും വിളിക്കാനായി സാധിക്കും. പിന്നെ ഓരോ കോളിന് മുൻപും ആ കസ്റ്റമറെക്കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചിരിക്കണം. ആ കസ്റ്റമർ എന്തെല്ലാം രീതിയിൽ ഒബ്ജക്ഷൻസ് ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ വേണം. നമ്മളതെല്ലാം പ്ലാൻ ചെയ്ത് വേണം കസ്റ്റമറോട് സംസാരിക്കാനായി. കൂടാതെ നമ്മുടെ കോള് റെക്കോർഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് തന്നെ ഒരു ഇവാലുവേഷൻ അത് ഗുണം ചെയ്യും. നമ്മൾ എവിടെയാണ് പാളിപ്പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും നമ്മളത് അവിടെ തിരുത്തൽ വരുത്തി സമാനമായ അടുത്ത കോളുകളിൽ നമ്മുടെ കോള് ബെറ്റർ ആക്കാനും നമുക്ക് സാധിക്കണം. ശരിക്കും ഈ കോൾ എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് മാച്ചിലെ ബാറ്റിംഗ് നിര പോലെയാണ്. നല്ല ഓപ്പണേഴ്സ് നന്നായിട്ട് സ്കോർ ചെയ്താൽ പിന്നെ മധ്യനിരയ്ക്കും വാലറ്റത്തിനും കളി വളരെ എളുപ്പമാണ്. പലപ്പോഴും ഒരു ക്രിക്കറ്റ് മാച്ചിലെ ലാസ്റ്റ് ഓവറുകൾ വളരെ നിർണായകമായിരിക്കും. ആ സമയത്ത് ബാറ്റ് ചെയ്യുന്നത് വാലറ്റക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് നല്ലതുപോലെ ടെൻഷനുള്ള സമയമായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കാള് തുടങ്ങി കസ്റ്റമറെക്കുറിച്ച് പഠിച്ച് അയാളുടെ ഒബ്ജക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാലറ്റക്കാർക്ക് പണിയില്ല. ചില ക്രിക്കറ്റ് മാച്ചിലേക്ക് പകുതി ഓവറിൽ തന്നെ ബാറ്റിംഗ് ടീം കളി അവസാനിപ്പിക്കും, കളി ജയിക്കും. അതുപോലെ വാലറ്റത്തിന് പണി കൊടുക്കാത്ത രീതിയിൽ നല്ലതുപോലെ നല്ല പ്രോഡക്റ്റ് നോളജിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റമറുടെ എല്ലാ സംശയങ്ങൾക്കും നന്നായിട്ട് ഉത്തരം പറഞ്ഞ് എല്ലാ ഒബ്ജക്ഷനെയും നേരിട്ട് അത് ക്ലോസിങ്ങിലേക്ക് കൊണ്ടുവരാനായി നമുക്ക് സാധിക്കണം.